ന്യൂ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മൾക്ക് തത്തങ്ങളും ടാങ്കിലും എടുക്കുന്ന ഗപ്പീസുകളും പിന്നെ അതല്ലാതെ ഗോൾഡ് ഫിഷും ബ്രാലുകളും അങ്ങനെയൊക്കെ നമുക്ക് കാണിക്കാം. ആദ്യം തന്നെ നമ്മൾ വീട്ടിൻ്റെ അകത്തുള്ള സാധനങ്ങളും ഗോൾഡ് ഫിഷും അതൊക്കെ കാണിക്കാം. ഇതൊക്കെ നമ്മൾ അകത്താട്ടോ ഡെക്കറേഷൻ ചെയ്തിരിക്കണം. ഇതാണ് നമ്മുടെ ഗോൾഡ് ഫിഷുകൾ. ഇവർക്ക് തീറ്റ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ പെപ്പറാണ് കേട്ടോ. ഇവർക്ക് തീറ്റ കൊടുക്കണം. ഇതാട്ടോ ഇവരുടെ തീറ്റ. നമ്മൾ തീറ്റ കൊടുക്കണത് ഈ ഓട്ടക്കൂടിയാട്ടോ. ഈ ഓട്ടക്കൂടി ഇങ്ങനെ കൊടുക്കണം. ഇനി അപ്പുറത്തേക്ക് കൊടുക്കാം. ഇപ്പൊ ഇവിടെ കൂട്ടെ ഇനി ഇവിടെ വിളിച്ച മതി, ഇവിടേക്ക് വരും. കണ്ടോ, ഭയങ്കര അതാ ചുരുക്ക്. അപ്പൊ നമ്മൾ നമ്മുടെ കിളികളിലും പുറത്തത്തെ കിളികളിലൊക്കെ കാണിക്കും. വാ, ഇതാണ് നമ്മുടെ പൂച്ച. എന്തൊരു മണ്ടത്തേരെ കാണിക്കണേ. ഷാഡോ കണ്ടിട്ട് മൂക്കയിൽ കൂടെ മുട്ടിക്കണം. വാ, നമുക്ക് നമ്മുടെ ടാങ്കിൽ തെളിക്കണം. ഇതാട്ടോ നമ്മുടെ ടാങ്ക്. ഇതിൽ കുറച്ച് ഫുൾ വൈറ്റിൻ്റെ പെണ്ണുകളെല്ലാതും പ്രസവിക്കാറായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാതും പ്രസവിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി പ്രസവിക്കാനുണ്ട്. പിന്നെ ഇതിൽ ഫുൾ റെഡ് ഉണ്ട്. അതും കുറേ ഉണ്ട്. പ്രസവിക്കാറായിട്ടില്ല. പിന്നെ നമ്മുടെ ചില്ലി മുസായിക്ക് പെട്ടെന്ന് കാണിക്കാം, അത് ഓടിപ്പോകും. ഇതാണ് നമ്മുടെ ചില്ലി മുസായിക്ക് ബിഗ് കെയർ. അതെവിടെ ഇതിൻ്റെ കണ്ടു അതിൻ്റെ പെണ്ണ് ഇപ്പോൾ വരും. അതാണ് അതിൻ്റെ പെണ്ണ്. കണ്ടു, നല്ല ഭംഗി കാട്ടി പറഞ്ഞ കാണാൻ. അപ്പോൾ ഇതിൽ സീബ്രസും കിടക്കുന്നുണ്ട്. ചില്ലി മുസായിക്കിൻ്റെ കുട്ടികളും പാറ്റിയുണ്ട്, അത് കിടക്കുന്നുണ്ട്. പിന്നെ ഫുൾ വൈറ്റിൻ്റെയും കുട്ടികളും കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ലവ് ബേർഡ്സുകളുടെ അതൊക്കെ കാണാം. ഇതിലാണ് നമ്മുടെ ലവ് ബേർഡ്സ് എല്ലാം കിടക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ അയക്കുന്നതാണ് നമ്മുടെ ഫിഞ്ചേഴ്സ്. പിന്നെ അതല്ലാതെ ഇതിൽ ബ്ലൂ തത്തയുണ്ട്. പിന്നെ പച്ചത്തത്ത സംസാരിക്കും. അപ്പോൾ ബ്ലൂ ബെൽറ്റ് ഉള്ളതാണ് ആൺതത്ത. പിന്നെ ബ്ലാക്ക് ബെൽറ്റ് ഉള്ളതാണ് പെണ്ണ്. ആണ് നമ്മുടെ അടുത്ത് ഇണക്കായുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ദിവസം ഓരോരോ ദിവസം നമ്മൾ അതിനെ ബെഡിലേക്ക് കൊണ്ടുവന്ന് ഇണക്കാക്കും. അപ്പോൾ ഇണക്കായുണ്ട്. പെണ്ണിൻ്റെ അവസ്ഥ അറിയില്ല നമുക്ക്. ഒരു കുറച്ച് ദിവസങ്ങളാവട്ടെ, അപ്പം നമുക്ക് അതിനെ ഇണക്കാക്കാം. പച്ച സംസാരിക്കും. അപ്പോൾ ആണിൻ്റെ പേരാണ് പൂപ്പി, ബ്ലൂ ബെൽറ്റ്. ബ്ലാക്ക് ബെൽറ്റ് പെണ്ണ്, അതിൻ്റെ പേരാണ് കിവി. ഇതൊക്കെ ഉണ്ടോ, ഈ കൂട്ടിലാണ് ഈ നീല തത്തകൾ സ്ഥാപിക്കുന്നത്. ഇതിൽ ഫിഞ്ചസും കൂടി ലീവ് ചെയ്യും. പിന്നെ ഈ വില്ലിലാണ് ഈ രണ്ട് പച്ചകൾ പൂപ്പിയും കിവിയും ലീവ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ മൊത്തം ലവ് ബേർഡ്സും ലീവ് ചെയ്യും. പിന്നെ ഇതിലും ലീവ് ചെയ്യും ഫിഞ്ചസ്. മൊത്തം ലവ് ബേർഡ്സ് അല്ല, ഒരു ലവ് ബേർഡ് ഉണ്ട്, അതും ഇതിൽ ലീവ് ചെയ്യും. പിന്നെ ഫിഞ്ചസ് മൊത്തം. ഏറ്റവും കൂടുതൽ അയക്കുന്നത് ഈ ഫിഞ്ചസ് കുരുവി തന്നെയാണ്. അപ്പോൾ ഒരെണ്ണത്തിന് നമ്മുടെ പൂച്ച പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം ബംഗാളി എന്ന് പറഞ്ഞൊരു സാധനം പറന്നുപോയി. പിന്നെ അങ്ങനെ ഒരെണ്ണം വെള്ള ചത്തു എങ്ങനെയൊക്കെ. പിന്നെ ഒരെണ്ണം പൂച്ച തുറന്നപ്പോൾ അത് പറന്നുപോയി, ഒരു ബംഗാളി. പിന്നെ ഒരെണ്ണം പൂച്ച പിടിച്ചു. അങ്ങനെ അതിന് വയറ്റിൽ മൊത്തം പൊട്ടി എന്നിട്ട് ബ്ലഡൊക്കെ വന്ന് അതിനെ മഞ്ഞളൊക്കെ പരട്ടി ആൾ റെഡിയായി കുറച്ച് ദിവസം കൊണ്ട് മുമ്പിലൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ബ്രാലിനൊക്കെ കാണിക്കാം. നമുക്ക് ചെരുപ്പിടാം. നമ്മുടെ പൂച്ച ഒരെണ്ണം കൂടി ഉണ്ട്. അതിന് കാണിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ പോകണം. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് കാണിച്ചിട്ട് പോകാം. വീട്ടിൻ്റെ അടുത്ത് തന്നെ പോകാം. ഇതാണ് നമ്മുടെ കിച്ചിക്കുട്ടി. ഇത് പെണ്ണ. പിന്നെ നമ്മൾ ആ കണ്ടതും നാടൻ പെണ്ണ. അത് നാടന. ഇത് പേർഷ്യൻ ടാറ്റ. ഇത് പ്രസവിക്കാനായിട്ട്
വാ നമുക്ക് നമ്മുടെ ഗപ്പീസും ടാങ്കിലും വാ. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ചെരുപ്പിട്ടാൻ തോന്നുന്നു. അപ്പോൾ ചെരുപ്പിട്ട് നമുക്ക് പോകാം. ചെരുപ്പ് ഇതാണ് നമ്മുടെ വീട്. കണ്ട, ഇതാണ് നമ്മുടെ വീട്. അതിൻ്റെ അപ്പുറത്തൊക്കെയാണ് ഡെക്കറേഷൻ. ഇതാണ് നമ്മുടെ ഗ്രാലുകൾ. ഈ കാണാൻ പറ്റില്ല, ദേ ഇവിടുന്ന് ഒരു ബബിൾസ് ഇട്ടത് സൂം ചെയ്ത് കാണിച്ചെടുക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റുള്ളൂ, കാരണം അത്രയ്ക്ക് പോസിബിൾ അല്ല ഇത് കാണാൻ. ഭയങ്കര വലിയത് ആറാപ്പയമ്മില്ലേ, അത്രയ്ക്കുണ്ട്. രണ്ടറുണ്ട്, ഒരെണ്ണം ചെറുതാ, ഒരെണ്ണം ആറാപ്പയമ്മിൻ്റെ അത്രയുണ്ട്. പേടിയാണ് പറഞ്ഞാൽ തന്നെ. അപ്പോൾ നമ്മൾക്ക് കണ്ടതൊക്കെ ഓക്കെ ഗൈസ്, ഇത്രയും ഉണ്ടായിരുന്നുള്ള നമ്മുടെ ബ്ലോഗ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഞങ്ങൾ ബൈ.